ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലൂടെ അവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്തതെന്ന് വെച്ചാൽ നമുക്കൊക്കെ ഉപയോഗിക്കുന്ന ജിമെയിൽ ഉണ്ടല്ലോ, ആ ജിമെയിലിൽ 2-3 ഫീച്ചറിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും, പക്ഷെ എന്നിരുന്നാലും അറിയാത്ത ആളുകളും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ജിമെയിലിൽ നമ്മൾ അക്കൗണ്ട് എങ്ങനെ ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ ജിമെയിലിൽ ലോഗിൻ ചെയ്ത അക്കൗണ്ട് എങ്ങനെ റിമൂവ് ചെയ്യാം. അപ്പോൾ ഒരു ജിമെയിലിൽ പല ആളുകളും 2-3 അക്കൗണ്ടൊക്കെ ഉപയോഗിക്കുന്ന ആളുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി മറ്റുള്ള സുഹൃത്തുക്കളുടെ ആരെങ്കിലുമൊക്കെ മെയിൽ ഐ ഡി അടിച്ച് യൂസ് ചെയ്യുന്നവർ, അത് നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ചെറിയൊരു വിവരണമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് നിരന്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജിമെയിലിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്തെടുത്തിട്ടോ. അതിനുശേഷം നമ്മുടെ മുകളിലുള്ള നമ്മളെ പ്രൊഫൈലിൽ വരിക. പ്രൊഫൈലിൽ വന്നതിന് ശേഷം ഇവിടെ നമ്മുടെ ഏതൊക്കെ അക്കൗണ്ടാണ് ഒന്നിലധികം അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ മാനേജ് അക്കൗണ്ട് ഓൺ ദിസ് ഡിവൈസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഗൂഗിൾ എന്നുണ്ട് കേട്ടോ, ആ ഗൂഗിൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ 2 അക്കൗണ്ട് ഇപ്പോൾ ഓൾറെഡി ലോഗിനായി കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വീണ്ടും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഇവിടെ താഴെയാണ് കാണിക്കുന്നത്, ഈ മോറിന് 3 ഡോട്ട് കാണിക്കുന്നത്. ചിലപ്പോൾ ഇതിൻ്റെ സൈഡിൽ മുകളിലായിട്ട് കാണിക്കുന്ന ചില ഫോണുകളുണ്ടാവും. അപ്പോൾ എൻ്റെ ഇതിൽ കാണിക്കുന്നത് താഴെയാണ്. അപ്പോൾ ഈ താഴെ ഈ മോർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിമൂവ് അക്കൗണ്ട് എന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ലോഗിൻ ചെയ്തിട്ടുള്ള അക്കൗണ്ട് നമ്മുടെ ഫോണിൽ നിന്ന് റിമൂവ് ആവുന്നതാണ്. ഓക്കെ, ഞാനപ്പോൾ റിമൂവ് ചെയ്യുന്നില്ല, എനിക്കത് ആവശ്യമുള്ള അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ ഞാനത് റിമൂവ് ചെയ്യുന്നില്ല. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഒരു ഫീച്ചർ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇമെയിലിൽ നമുക്ക് റിമൂവ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് മറ്റൊരു അക്കൗണ്ട് നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ അത് മുകളിലുള്ള 3 ഡോട്ടിൽ വന്ന് ഇവിടെ ആഡ് അനദർ അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് ഇങ്ങനെ മെസ്സേജ് ചോദിക്കും, ഗൂഗിൾ യാഹൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഗൂഗിൾ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അങ്ങനെ ഗൂഗിൾ എന്നുള്ളത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മളോട് ഇവിടെ നമ്മുടെ സ്ക്രീൻ ലോക്ക് ചോദിക്കും. അപ്പോൾ നമ്മൾ സ്ക്രീൻ ലോക്ക് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ചെക്കിങ് എന്നിട്ട് ഇങ്ങനെ ഒരു മെസ്സേജ് വരും, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ കാണുന്ന ഇതിൽ ഇവിടെ സൈൻ ഇൻ എന്നുള്ള ഭാഗത്ത് നമ്മളെ ഇമെയിൽ ഐ ഡി അടിക്കുക. നെക്സ്റ്റ് അടിച്ചതിന് ശേഷം നമ്മുടെ പാസ്വേഡും അവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മൊബൈലിലേക്ക് പുതിയൊരു ജിമെയിൽ ആഡ് ആവുന്നതാണ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം നോക്കാം. നമുക്കൊരു മെയിൽ ഐ ഡി, ഇനിയിപ്പോൾ നമുക്കൊരു മെയിൽ ഐ ഡി ഇല്ല, പുതുതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജിമെയിൽ അക്കൗണ്ട് എടുത്ത് ജിമെയിലിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്ത് മുകളിലുള്ള 3 നമ്മൾ പ്രൊഫൈൽ പിക്ചറിൽ പോയി ആഡ് അനദർ അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഗൂഗിൾ എന്നുള്ളത് വീണ്ടും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നമ്മളോട് സ്ക്രീൻ ലോക്ക് ചോദിക്കും. അപ്പോൾ നമ്മൾ സ്ക്രീൻ ലോക്ക് അടിച്ചു കൊടുക്കുക. സ്ക്രീൻ ലോക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളോട് ഇവിടെ ഇങ്ങനെ മെസ്സേജ് കാണിക്കുമ്പോൾ ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുണ്ടാവും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കും ഫോർ മൈ പേഴ്സണൽ യൂസ്, ഫോർ വർക്ക്, മൈ ബിസിനസ് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പർപ്പസ് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മളതിൻ്റെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ് നെക്സ്റ്റ് അടിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ആവുന്നതാണ്. അപ്പോൾ അങ്ങനെ പുതിയൊരു അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ 3 ഫീച്ചറാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. ഒന്ന് നമ്മൾ ജിമെയിൽ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കി, മെയിൽ ഐ ഡി എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് നോക്കി, അതുപോലെ പുതിയൊരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരാം. നന്ദി, നമസ്കാരം, താങ്ക് യു.